പ്രതിപക്ഷം ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം. കഴിഞ്ഞ 10 വർഷം ഇന്ത്യ അന്വേഷിച്ചതും ഈ പ്രതിപക്ഷത്തെയാണ്. ചോദ്യം ചോദിക്കാൻ, പ്രതിഷേധിക്കാൻ, സാധാരണക്കാരുടെ ശബ്ദമാവാൻ പല കാരണങ്ങളാൽ പ്രതിപക്ഷം അപ്രസക്തമായിരുന്നു. അതിന് കാരണം പാർലമെന്റിലെ BJPയുടെ ഭീതിപ്പെടുത്തുന്ന ഭൂരിപക്ഷമായിരുന്നു. പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്ത് ബില്ല് പാസ്സാക്കുന്നത് നോക്കി നിൽക്കാനേ പ്രതിപക്ഷത്തിന് കഴിഞ്ഞുള്ളൂ. കഥ മാറി കാലവും. രാഹുൽ ഗാന്ധി നടന്നു ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ. നമ്മുടെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ജൂൺ 4-ന് രാഹുൽ നടന്നത് ജനമനസ്സുകളിലേക്കെന്ന് നാം തിരിച്ചറിഞ്ഞു. അങ്ങനെ പവർഫുൾ പ്രതിപക്ഷം വന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടി 99 സീറ്റുകൾ. ഓർക്കണം, 40 പോലും തികക്കില്ലെന്ന് അമിത്ഷാ പറഞ്ഞ വാദങ്ങൾക്കിടെ അയോഗ്യരാക്കപ്പെട്ട പടിയിറങ്ങിയ രാഹുൽ 2ഇടത്ത് നിന്ന് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ ഇരിക്കും രാഹുൽ ഗാന്ധി. ഓർക്കണം, 10 വർഷത്തിന് ശേഷമാണ് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതാവ് വരുന്നത്. ഇനി ഏകപക്ഷീയമായി നിയമങ്ങൾ, ബില്ലുകൾ കൊണ്ടുവരിക എളുപ്പമാകില്ല. ആദ്യം സഖ്യകക്ഷികളെ ബോധ്യപ്പെടുത്തണം. പിന്നെ പ്രതിപക്ഷമുണ്ട്, ഇന്ത്യയുണ്ട്, ഇന്ത്യ സഖ്യമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഓഹരി കുംഭകോണത്തിലെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ രാഹുൽ പണി തുടങ്ങിയെന്ന് കാണിച്ചു തന്നു. ഇനി പാർലമെന്റിൽ ജനാധിപത്യം. തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാനുള്ള തീരുമാനം അടുത്ത കാലത്ത് രാജ്യം കണ്ട ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇനിയുള്ള നാളുകൾ ഇന്ത്യ ഷൈനിങ്.